ഇന്ന് മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ്. എനിക്ക് പരമേശ്വരൻ എന്ന് മാത്രമല്ല പേര്, ഉസ്താദ് എന്നൊരു പേരും കൂടിയുണ്ട്. ഉസ്താദ്. ഞാൻ അതാണ് കുറെ നേരം കൊണ്ട് ആലോചിക്കുന്നത്. കൊച്ചിന്റെ ചേട്ടന്റെ പേരെന്താണെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇതുപോലെ ഉസ്താദ് എന്നല്ലേ ചേട്ടന്റെ പേരും? അല്ലേ? ഇത് അതുപോലത്തെ ഒരു ഉസ്താദാണ്. പക്ഷെ ഇത് ഏതിന്റെ ഉസ്താദ് അറിയാം? ചാരായത്തിന്റെ ഉസ്താദ്, പിന്നെ തീറ്റയുടെ ഉസ്താദ്, പോക്കറ്റടിയുടെ ഉസ്താദ്, തീമ്പിടിയുടെ ഉസ്താദ്. വാക്കത്തിയെ ഞാൻ എടുക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പപ്പയ്ക്കറിയോ, ബോംബെയിൽ മാർവാടികൾ തലവെട്ടുന്ന ക്രൂരനായ ഉസ്താദ്. ഈ ക്രൂരനായ ഉസ്താദിന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വിളക്കം കൊണ്ടുപോകണം. ഈ ഉസ്താദിന് മൂത്രം ഒഴിക്കണമെങ്കിൽ. അത് മാത്രമല്ല, ഉണ്ണിക്കുട്ടന്റെ കെട്ടായിരുന്നു. അപ്പൊ അയ്യപ്പം കഞ്ഞി കൊണ്ട് കൊടുത്തപ്പോ അതിന്റെ കൂട്ടുകാർ തീർന്നെന്ന് പറഞ്ഞ് ഉസ്താദ് വെളിയിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പാട്ടാണ് തീർച്ച ഇല്ല ജനം. അതെ, കറക്റ്റാ. തീർച്ച ഇല്ല ജനം ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. 10 പേരുണ്ടായിരുന്നു, അവർ ഒഴിച്ചു പോയി. ഉസ്താദ് കൂടെ കണ്ടപ്പോ അത് ഒഴിച്ചു പോയി. നേർച്ച എന്നും പറ്റും. നേർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാ ആഴ്ചയിലും കൂടെ വന്ന് നമുക്ക് ഈ സ്കിറ്റ് കളിച്ച് ചളിയാക്കുന്നത് നമ്മളെ നേർച്ചയാണ്. ആന വരേണ്ടത് കണ്ടവരോടിയിട്ട്. ആന വരെ അല്ല വരേണ്ടത്. ഫ്രണ്ടിൽ ഒരാളിരിക്കുമല്ലോ, ഡയറക്ടർ, പുള്ളിയാണ് വരണ്ടിരിക്കുന്നത്. എന്തൊരു തൊന്തരവാണിത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, നമുക്കിത് എന്തൊരു തൊന്തരവടേ. ആവശ്യമില്ലാത്തടത്ത് മൊത്തം മ്യൂസിക് ഇട്ടോ, എന്റെ പഞ്ച് കൊടുത്തു, അത് ഇടൂല. അയ്യോ, തീർന്നായിട്ട് ഞങ്ങക്ക് തോന്നിയില്ല. ഇത്രേ ഉള്ളൂ. പപ്പയുടെ കല്യാണം. അപ്പൊ നാളെ കല്യാണത്തിന് ശേഷം റിസപ്ഷൻ ബാക്കി. നീ ആരുടെ ഫിഗർ ചെയ്തത്? അനുവിന്റെ ഫിഗർ സൈഡിൽ. ഞാൻ ഈ വേഷം വിട്ടിട്ട് ചേട്ടൻ ആരുടെ ഫിഗറാന്ന് പറഞ്ഞു? കറക്റ്റ് അതേ നോക്കിയേ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു അച്ചിരി വാർത്ത പോലെ അനു വരുമ്പോ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണേ. ഏറ്റവും ആദ്യം നമുക്ക് ദിവ്യചേച്ചിയോട് ചോദിക്കാം കേട്ടോ, എന്നിട്ട് പറയാം. ദിവ്യചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? അത് വേണോ? ആദ്യം തന്നെ, അതായത് ചേച്ചി അറിഞ്ഞിരുന്നില്ല തങ്കുന്റെ പപ്പക്കുട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് പപ്പയുടെ എൻട്രി. പെട്ടെന്ന് നോക്കിയപ്പോഴൊന്നും ഞെട്ടി അല്ലേ? എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? ഓപ്പണിംഗ് തൊട്ടേ നല്ലതായിരുന്നു. ഇത് ശരിക്കും സർപ്രൈസ് എൻട്രി ആയിരുന്നു. പിന്നെ കണ്ണും കൂടി എഴുതിയപ്പോ നല്ല ഭംഗിയായി. കണ്ണെഴുതി കഴിഞ്ഞപ്പോഴേ ഒരാൾക്ക് 2 പുരുകന്നു, ഇവിടന്നും ഇവിടന്നും. അല്ല, ഇത് കുത്തിട്ടല്ലേ? ഞാൻ വിചാരിച്ചത് ബ്യൂട്ടി സ്പോട്ട് ഇട്ടതാണ്. ഇതിൽ സ്ഥലമില്ല ബ്യൂട്ടി സ്പോട്ട്, എല്ലാ ബ്യൂട്ടിയാണ്. ചേച്ചി, പെട്ടെന്ന് ഉസ്താദ് ആ ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോ പെട്ടെന്ന് ഈ ഒരു ഫിലിം പറയുമ്പോ എന്താ റിക്കളക്ട് ചെയ്യണേ? ഇതിനോട് ചേർന്നിട്ടുള്ള സീൻ തന്നെയാണ്. അതായിരുന്നു അതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സീൻ. അതാണ് ആ ഒരു ഇമോഷണൽ ബോണ്ട്, ഒരു ബ്രദർ ആൻഡ് സിസ്റ്ററിന്റെ ഇമോഷണൽ ബോണ്ട് വരുത്തുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സീൻ അതായിരുന്നു. ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സീനാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അല്ല, ഇതൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ആ ചെയ്ത ആർട്ടിസ്റ്റുകളെടുത്തും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനം നമ്മൾ ഒരു ക്ഷമ ചോദിക്കും. ഈ സ്കിറ്റ് ഇഷ്ടായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി, വളരെ നല്ലതായിരുന്നു. കുറച്ചു നേരം ചേച്ചി ഇങ്ങനെ വെച്ചിട്ടാ ചിരിച്ചുകൊണ്ടിരുന്നത്. അല്ല, അത് അത്ര സീരിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് തമാശയാക്കുമ്പോ ചിരി വരണത്. അല്ല, നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ എളുപ്പം. പക്ഷെ ആ കൗണ്ടർ പിടിച്ച് കയറി അവരവിടെ ഒരു സദ്യ മുഴുവൻ വെച്ചു. ആ പപ്പ എന്നുള്ളതിന്റെ കപ്പങ്ങയില് പോയി എരിശ്ശേരി വറുത്ത് അരച്ച് അവരെല്ലാ ഡിഷസും വെച്ചു. അത് ഈസി അല്ല അങ്ങനെ ഉരുളക്കുപ്പേരി പോലെ അങ്ങനെ വരാൻ. അപ്പോ നല്ല പാചകവും ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഭാഗത്ത് നല്ലൊരു കുഞ്ഞി വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, ഒരു സ്റ്റാർ മാജിക് വേർഷൻ. ഒന്ന് പോയി ഒഴിഞ്ഞിട്ടോളൂ കേട്ടോ. അതിന്റെ ആവശ്യമില്ല, വെളിയിറങ്ങുമ്പോ ഒഴിഞ്ഞിട്ട് പറഞ്ഞു. ഒരു പോമോനെ ദിനേശ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമുക്ക് ഇപ്പൊ ചെയ്താലോ? ഇതാരാ? അപ്പ ഇതോ? അത് തങ്കു. എങ്ങനെ വന്നാലും അറിയാം. ശരി, ഇനി എങ്ങനെ പോമോനെ ദിനേശ കാണിക്കാം? അങ്കിൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. ലാലേട്ടൻ എങ്ങനെയാവുക? നീ ഇപ്പോ മോനെ ദിനേശ
കൂടിയോട്ടത്തിൽ എന്നെ കൂടെ ഒന്ന് പോകാൻ പറ, അവൻ പോകും. ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അടിപൊളി. താങ്ക് യു. അനു പറഞ്ഞോട്ടോ, തങ്കച്ചൻ ചേട്ടൻ ദിഗംബരന്റെ വീട്ടിലിരിക്കണം.